എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്നത് മത്തായി 9-ാം അധ്യായം 20-ാം വാക്യവും 21-ാം വാക്യവുമാണ്. ഒന്ന് ശ്രദ്ധിക്കാം. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ആമേൻ. യേശുവിനെ ഒരു പിതാവ് തൻ്റെ തലമുറയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന യാത്രയിൽ, ആ വഴി യാത്രയിൽ അന്ന് 12 വർഷം രക്തസ്രാവമുള്ളൊരു സ്ത്രീ ഉള്ളത്തിൽ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ നിന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരു സ്ത്രീയെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പറയുന്ന വാക്കിതാണ്: ചിന്തകളിൽ വിശ്വാസമുണ്ടായിരിക്കട്ടെ. പലപ്പോഴും വാക്കുകളിൽ വിശ്വാസമുള്ളവർക്ക് ഉള്ളത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് വാഗൊണ്ട് പറയുമ്പോൾ തന്നെ ഉള്ളത്തിൽ നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ചിലർ ഉള്ളത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, വാഗൊണ്ട് വിശ്വാസം പറയാത്തവരായിരിക്കും. എന്നാൽ ഈ സഹോദരി ഉള്ളത്തിലും വിശ്വസിച്ചു, വാഗൊണ്ട് പറയുകയും ചെയ്തു. ഞാൻ ആത്മാവിൽ കർത്താവിന് നന്ദി പറയുന്നു. സ്തോത്രം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളത്തിൽ ചില വിശ്വാസങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ ചെല്ലും, ഞാൻ തൊടും. എത്ര ജനമുണ്ടെങ്കിലും, എത്ര വ്യക്തികളുണ്ടെങ്കിലും ഞാൻ ചെല്ലും. എത്ര അസാധ്യതകളാണെങ്കിലും ഞാൻ ചെല്ലും, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. അവിടെ സൗഖ്യം അവൾ ഉറപ്പിച്ചിട്ടാണ് അവൾ യേശുവിനെ കാണാൻ പോയത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യം ഉറപ്പിച്ചിട്ട് പോവുക, നിങ്ങളുടെ അനുഗ്രഹത്തെ ഉറപ്പിച്ചിട്ട് പോവുക. എവിടെ? ഹൃദയത്തിനകത്ത്, മനസ്സിൽ. ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയാണ്, ഈ മീറ്റിംഗ് എനിക്ക് വേണ്ടിയാണ്, ഇന്നത്തെ ശുശ്രൂഷ എനിക്ക് വേണ്ടിയാണ്, ഇന്ന് വരുന്ന അഭിഷിക്തൻ എനിക്ക് വേണ്ടിയാണ്. ഇന്ന് എനിക്ക് വേണ്ടി തന്നെ ദൈവം ചിലരെ അയക്കും. വിശ്വസിച്ച് നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് ചെല്ലുക, വിശ്വസിച്ച് ഒരു സന്ദേശം കേൾക്കുക, നിങ്ങൾക്കുള്ളതായിരിക്കും. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ ദൈവം സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പല തടസ്സങ്ങളും മാറാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിൽ മതിലുകൾ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടാകാം, വ്യക്തികളുണ്ടാകാം. നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹത്തിലേക്ക് കയറുവാൻ കഴിയാത്ത നിലയിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിനെയെല്ലാം നിങ്ങളുടെ ചിന്തകളിൽ തകർക്കുക. വിടുവിക്കപ്പെട്ടിട്ട് തന്നെ നിങ്ങൾ തുടരുക. യെസ്, ആ സ്ത്രീയെ പോലെ ഉള്ളത്തിൽ പറഞ്ഞു, ഞാൻ ചെല്ലും, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ സൗഖ്യമായിരിക്കുകയാണ്. നിങ്ങളെ ചില വർഷങ്ങളായി നിൽക്കുന്ന രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുകയാണ്. കുടുംബങ്ങളിൽ തുടരുന്ന ചില നീണ്ട വർഷത്തെ അരാജകത്വം ദൈവം മാറ്റുകയാണ്. കുടുംബത്തിനകത്ത് തുടരുന്ന നീണ്ട വർഷങ്ങളായി തുടരുന്ന ചില പ്രതിസന്ധികളും ചില കാറ്റുകളും ചില കടബാധ്യതകളും ദൈവം മാറ്റുകയാണ്. സ്തോത്രം. ചിലത് ഉള്ളത്തിൽ ഉറയ്ക്കുക, എൻ്റെ ലൈഫ് മാറുന്നു. ചിലത് ഉള്ളത്തിൽ പറയുക, എൻ്റെ ജീവിതം അത്ഭുതമാകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ വിശ്വസിച്ചത് എന്തോ അത് അടുത്ത സെക്കൻഡ് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ആ മകൾ സൗഖ്യമായി, ആ മകൾ വിടുവിക്കപ്പെട്ടു. ഇന്നത്തെ ദിവസം കർത്താവ് പറയുന്നു, നിങ്ങളുടെ സൗഖ്യം വിദൂരമല്ല, അടുത്താണ്, അത് നടക്കാൻ പോവുകയാണ്. ഉള്ളം കൊണ്ട് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു.
പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ കർത്താവുടെ ഹൃദയത്തിൽ അങ്ങ് വിശ്വാസത്തിൻ്റെ ചിന്തകളെ നൽകുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നെഗറ്റിവിറ്റിയുടെ സ്പിരിറ്റ് മാറട്ടെ. യേശുവെ കർത്താവ് പ്രതീക്ഷകളുണ്ടാവട്ടെ, പ്രത്യാശകളുണ്ടാവട്ടെ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീണ്ട വർഷങ്ങളായിട്ട് പലയിടത്ത് പോയിട്ടും സൗഖ്യമില്ലാതെ, പല സ്ഥലത്ത് ചെന്നിട്ടും കർത്താവെ വിടുതലില്ലാതെ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ലൈഫിൽ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാകട്ടെ. ഉള്ളത്തിൽ ചിലതവർ വിശ്വസിക്കട്ടെ. എൻ്റെ യേശു എന്നെ വിടുവിക്കും, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും, എൻ്റെ യേശു എന്നെ പുറത്തു കൊണ്ടുവരും, എൻ്റെ യേശു ഈ വിഷയത്തെ പരിഹരിക്കും. അവരുടെ അകത്ത് തന്നെ ഒരു ദൈവികമായ വിടുതലിൻ്റെ ഊർജം സജീവമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുന്നു. രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, തകർച്ചകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ഇവർ സൗഖ്യമായിരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം, ഇവരുടെ തലമുറകൾ, ഇവരുടെ ബിസിനസ്, ഇവരുടെ ജോലി, ഇവർക്ക് ദൈവം കൊടുത്ത എല്ലാ വരുമാന മാർഗങ്ങൾ, ഇവരുടെ മിനിസ്ട്രി അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹവും നന്മയും നിങ്ങളുടെ കൂടെയുണ്ട്. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.